എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന കുറച്ച് പേര് കമൻറ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ കളർ വെച്ചില്ലല്ലോ എന്നൊക്കെ പറയും. കാരണം ഞാൻ പറയാം, എൻ്റെ സ്കിൻ ഇപ്പോൾ ഇരിക്കുന്ന ഒരു മീഡിയം ടോണിലാണ് എൻ്റെ സ്കിൻ ഇരിക്കുന്നത്. ഞാൻ ഒരുപാട് വൈറ്റ് ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ മുൻപത്തെ ഫോട്ടോയും എൻ്റെ മുൻപ് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ നല്ലപോലെ ഡാർക്കായിരുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞ പിന്നെ എന്ത് തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും എൻ്റെ സ്കിന്നിന് യാതൊരുവിധ മാറ്റവും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെയും ഒരുപാട് ഡെർമറ്റോളജിസ്റ്റിൻ്റെയും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേരെ ഞാൻ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്നാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു 3-4 മാസം കൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് പഴയ പോലെ ആക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ്, ഡ്രൈ സ്കിൻ ഉള്ളവരുടെ മേക്കപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോ ഡ്രൈ സ്കിൻ ഉള്ളവർ എന്തായാലും കാണണം. അപ്പോൾ ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് വീഡിയോ ലാഗ് എടുപ്പിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഞാൻ പറയുന്ന വീഡിയോസിൽ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും എല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഡ്രൈ സ്കിൻ ഉള്ളവർ, നോർമൽ സ്കിൻ ഉള്ളവർ, പിന്നെ അതേപോലെ തന്നെ ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർ, പിന്നെ ഓയിലി സ്കിൻ ഉള്ളവർ, ഈ ഒരു 4 സ്കിൻ ടൈപ്പിലുള്ളവർക്ക് പറ്റിയിട്ടുള്ള സ്കിൻ കെയർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ ഞാൻ പറയുന്ന ടിപ്പ് ഒന്ന് ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വേറൊന്നുമല്ല, അവരുടെ സ്കിന്ന് ഒന്നുകൂടെ ഡാമേജ് ആവും. അവരെന്തെങ്കിലും എൻ്റെ വീഡിയോ തന്നെയല്ല ആരുടെ വീഡിയോ കണ്ട് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വേറൊന്നുമല്ല, നിങ്ങളുടെ സ്കിന്നിന് അത് കൂടുതലായിട്ട് പ്രശ്നമാക്കും. പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചീത്ത വിളിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ ടിപ്പ് മാത്രം ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളതുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചിട്ടും കോസി കെയറിനെ കുറിച്ചിട്ടും ഞാൻ ഓൾറെഡി വീഡിയോസ് ഒരുപാട് ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ട് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസാണ് ഏറ്റവും കൂടുതൽ എനിക്ക് റീച്ച് പോയിരിക്കുന്നത്, അതായത് വിറ്റമിൻ സിയുടെയും കോസി കെയറിൻ്റെയും. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോസ്, അതായത് ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് കോസി കെയറിനെ കുറിച്ചിട്ടും വിറ്റമിൻ സിനെ കുറിച്ചിട്ടും ഞാൻ ചെയ്ത വീഡിയോസ് പോയി കാണാം. പിന്നെ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് കോസി കെയറും വിറ്റമിൻ സിയും അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ നമ്മുടെ മൂന്നാമത്തേതെന്ന് പറയാനായിട്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ 30% AHA 2% PHA പീലിംഗ് സൊല്യൂഷനാണ്. ഇത് ഡെർമാക്കോയുടെ ബ്രാൻഡാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും പിന്നെ നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് ഇപ്പോൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 50% AHA മുതൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത സമയത്ത് ഒരു 50% ഞാൻ വാങ്ങി യൂസ് ചെയ്തത്. ഒരുപാട് പവർ കൂടി നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ ഒരു 50% മുതൽ യൂസ് ചെയ്തിട്ട് അതൊരു ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളൊരു 30% വാങ്ങി യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി സ്കിന്ന് നല്ല ഒരു ബ്രൈറ്റനിങ് ഒക്കെ തോന്നും. നിങ്ങളുടെ സ്കിന്നിൽ ഇത് സ്കിൻ കെയർ റൂട്ടീനിൽ ഇത് എന്തായാലും വേണ്ട ഒരു ഐറ്റമാണ്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ മാത്രം യൂസ് ചെയ്യാതിരിക്കുക, ബാക്കി എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിതിനകത്ത് 2% അല്ല 30% AHA 2% PHA എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പ്രത്യേകം ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും അറിയാത്തവരാണ്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണം എന്ന് കമൻറ്റ് ചെയ്താലേ ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്തെന്ന് പറയാനായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ചെറിയ വെയിലാണെങ്കിൽ പോലും, അഥവാ നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം നല്ല മഴയായിരുന്നു. ആ ഒരു മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കിൻ ടൈപ്പിന് പറ്റിയുള്ള സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേര് സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലപോലെ ഗ്രീസി ആയി എന്നൊക്കെ തോന്നാറുണ്ട്. അത് എനിക്കും തോന്നാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ യൂട്യൂബിൽ ഒരുപാട് പേര് വാങ്ങി യൂസ് ചെയ്ത കുറച്ചൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മാത്രം സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് വരുത്താൻ പറ്റും അതിനകത്ത്. അതല്ലാതെ സൺസ്ക്രീൻ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനായാലും ആരായാലും കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ഷെയ്ഡിലോട്ട് നമ്മൾ പോകുന്നതാണ്. ഡാർക്ക് ഷെയ്ഡിലോട്ട് പോവില്ല, നമ്മുടെ സ്കിന്ന് കുറച്ച് ഡാർക്ക് ആയ പോലെ നമുക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ടൈപ്പിന് പറ്റിയത് മാത്രം വാങ്ങി യൂസ് ചെയ്യാം. പിന്നെയെന്ന് പറയാനായിട്ട് ഹൈലറോണിക് ആസിഡും ഗ്ലിസറിൻ്റെയും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അത് ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ, അതായത് സെൻസിറ്റീവ് സ്കിൻ ഒഴികെ ബാക്കി ഏത് സ്കിൻ ടൈപ്പിലുള്ളവരും ഗ്ലിസറിനും ഹൈലറോണിക് ആസിഡും അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ അല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ ഒരുപാട് പേര് മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് എന്നോട് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഹൈലറോണിക് ആസിഡും ഗ്ലിസറിനും അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഈ രണ്ട് കണ്ടന്റ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാനോ അതായത് നമ്മുടെ സ്കിന്നിന് യാതൊരു ദോഷവും ഇതുകൊണ്ട് വരുന്നതല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് കണ്ടന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഹൈലറോണിക് ആസിഡും ഗ്ലിസറിനും അടങ്ങിയ മോയ്സ്ചറൈസർ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫുഡ്, അതായത് നമ്മൾ പുറമേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അകത്തേക്കും കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ, നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഇതിക്ക് മുൻപ് ഒരുപാട് അതായത് കണ്ണിനടിയിലേക്ക് കറുപ്പ് പോകാനായിട്ടും പിന്നെ നമ്മുടെ ലിപ് കെയറിങ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയാനായിട്ട് നമുക്ക് വായിലൂടെ കഴിക്കേണ്ടത്, അതായത് നമുക്ക് വയറ്റിലേക്ക് എത്തിക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിനി സംസാരിക്കാം. ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ചീരയാണ്. അതായത് നമ്മുടെ വീട്ടിൽ ചീര ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചീര എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങി ചീര ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതായത് ചോറ് വളരെ കുറച്ചെടുത്തിട്ട് ഒരുപാട് ചീരയൊക്കെ ഇട്ട് നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എനിക്ക് പച്ചക്കറി പൊതുവേ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് ചീരനോടൊക്കെ കുറച്ച് താല്പര്യമുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ചീര ഒരുപാട് എരിവൊന്നും ഇടാതെ വേവിച്ച് കഴിക്കാൻ നോക്കാം. അതാണ് കൂടുതലായിട്ട് നമുക്ക് നല്ലത്. വേവിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിത് തോരൻ വെച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ചീര വേവിച്ച് വെറുതെ സ്പൂണിൽ കോരി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. പിന്നെ എന്ന് പറയാനായിട്ട് ക്യാരറ്റ്, ഗ്രീൻ ടീ. അതായത് ഞാൻ ഗ്രീൻ ടീനെ കുറിച്ചിട്ട് ഞാൻ PCODയുടെ ഒരു ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ടീ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് ഗ്രീൻ ടീ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ കട്ടൻ ചായ കുടിക്കുന്നവരാണെങ്കിൽ കട്ടൻ ചായയൊക്കെ കുടിച്ചതുകൊണ്ട് യാതൊരുവിധ ഗുണം നമ്മുടെ സ്കിന്നിന് വരാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെയെന്ന് പറയാനായിട്ട് ആപ്പിള്, ബെറീസ്, പിന്നെ അതുപോലെ തന്നെ സോയാബീൻ. അതായത് സോയാബീൻ മറ്റേ നമുക്ക് ഇറച്ചി അതേപോലെ അതിനൊക്കെ പകരമായിട്ട് നമ്മൾ കറി വയ്ക്കാറില്ലേ സോയാബീൻ, അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ കുക്ക് ചെയ്തൊക്കെ സോയാബീൻ കഴിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സ്വീറ്റ് ചെറി, ആൽമണ്ട്, ഇതെല്ലാം ഒരുമിച്ച് കഴിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പൈസ അനുസരിച്ച് നിങ്ങൾക്കത് വാങ്ങി ഓരോന്നോരോന്നൊക്കെയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കാനായിട്ട് പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങി കഴിക്കേണ്ട. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓറഞ്ച് കഴിക്കാവുന്നതാണ്. അതായത് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ചില സീസണിൽ മാത്രമേ കിട്ടുള്ളൂ ഓറഞ്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റാണ് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. വിറ്റമിൻ സി ടാബ്ലറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ, സ്കിൻ കെയറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അത് സ്ഥിരമായിട്ട് കഴിക്കണോ, സ്ഥിരമായിട്ട് കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ കളർ കുറയോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 മാസമൊക്കെ ഞാനത് ബ്രേക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കഴിച്ചു തുടങ്ങും. അങ്ങനെയാണ് ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നത്. അല്ലാതെ വർഷങ്ങളോളൊന്നും ഞാൻ കഴിക്കാറില്ല. ബ്രേക്ക് എടുത്താണ് ഞാൻ കഴിക്കുന്നത്. ഡെയിലി ഫുഡ് കഴിച്ചതിന് ശേഷം ഒരെണ്ണമാണ് ഞാൻ കഴിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തത് നമുക്ക് സപ്ലിമെൻ്റ് ആണ്. ഇതിനടുത്തത് വിറ്റമിൻ സിനെ പറഞ്ഞ് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത കഴിക്കാൻ പറ്റിയ സപ്ലിമെൻ്റ് ആണ് omega-3 ടാബ്ലറ്റ് കഴിക്കുക. അതെല്ലാം നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ വിറ്റമിൻ സി, omega-3 ഇതെല്ലാം ഒരുമിച്ച് കഴിക്കണമെന്നില്ല. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി. ഇപ്പോൾ ഒരു 3 മാസം നിങ്ങൾ വിറ്റമിൻ സി കഴിക്കാം, പിന്നെ 3 മാസം omega-3 കഴിക്കാം. അഥവാ നിങ്ങൾ വിറ്റമിൻ സി മാത്രം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 3 മാസം വിറ്റമിൻ സി കഴിക്കാം, 1 മാസം വിറ്റമിൻ സി സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ വിറ്റമിൻ സി കഴിച്ചു തുടങ്ങാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ കുറച്ചുകൂടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നല്ലത് വിറ്റമിൻ സി ആണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ വിറ്റമിൻ ഇ ടാബ്ലറ്റ് എങ്ങനെയാണ് കഴിക്കണമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ബുക്കിലെല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പോയിന്റും വിട്ടു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം ഞാൻ ഇതിക്ക് മുൻപ് ഞാൻ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിറ്റമിൻ സിയും വിറ്റമിൻ ഇയും നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഒരുമിച്ച് തന്നെ നമുക്ക് കഴിച്ച് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ് ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കാറുള്ളത്. വിറ്റമിൻ ഇ ടാബ്ലറ്റ് ഞാൻ നൈറ്റുമാണ് കഴിക്കാറുള്ളത്. അതായത് രണ്ടും ഒരുമിച്ച് കഴിക്കേണ്ട. രാവിലെയും രാത്രിയായിട്ട് നമുക്ക് വിറ്റമിൻ സിയും ഇയും കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് വിറ്റമിൻ ഇ നമുക്ക് സ്കിന്ന് ഗ്ലോ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ മുഖക്കുരു വന്നതിൻ്റെ പാട് മാറാൻ എല്ലാത്തിനും വിറ്റമിൻ സിയും ഗ്രീൻ ടീയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ വിറ്റമിൻ ഇ ടാബ്ലറ്റ് അതും നമുക്ക് മുഖക്കുരു വന്നതിൻ്റെ പാട് മാറാനായിട്ടും പിന്നെ അതേപോലെ തന്നെ മുഖത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, മുഖത്തിൻ്റെ എന്നല്ല, വിറ്റമിൻ സിയും വിറ്റമിൻ ഇയും മുഖത്തിൻ്റെ നല്ല ഫുൾ ബോഡി നമ്മുടെ കളർ വയ്ക്കാനും ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മെഡിസിൻസ് ആണ് വിറ്റമിൻ ഇയും വിറ്റമിൻ സിയും. ഇതെന്തായാലും നിങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യണം. പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളും പേടികളും അങ്ങനത്തെ ഉണ്ടല്ലോ. വിറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരിച്ചു പോകുമോ അല്ലെങ്കിൽ കിഡ്നി പോകുമോ, പിന്നെ അതേപോലെ തന്നെ മുഖം വെളുക്കും, കിഡ്നി കറക്കും, അങ്ങനെയുള്ള പേടികളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും വാങ്ങി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് നമുക്കിപ്പോൾ കഴിക്കേണ്ടതും പിന്നെ അതേപോലെ തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടതും ഒരുപാട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞു തരാനുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ല ഇതാണ് നമുക്ക് ഉറക്കം. അതായത് ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾ നല്ലപോലെ ഉറങ്ങാൻ നോക്കാം. ഇപ്പോൾ കുഞ്ഞു മക്കളുള്ളവരാണ്, ചെറിയ മക്കളുള്ളവർക്കൊക്കെ ഉറക്കമൊക്കെ കണക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കും, നമ്മുടെ ഉറക്കം പോകും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉറക്കമൊന്നും നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവർക്കും ഒരുപാട് സ്കിന്നിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞു പിള്ളേരുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കുഴപ്പമില്ല. ഞാനും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയവരൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു ഫ്രീ ആയതിനു ശേഷം മാത്രം ഇതെല്ലാം ചെയ്യുക. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആവാനും ഒരുപാട് പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞതോടുകൂടി തന്നെ അത് ഏറെ കുറയുന്നതാണ്. അതൊന്നും മാറില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ മതി. പിന്നെയെന്ന് പറയാനായിട്ട് സ്ട്രെസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനുകളും വിഷമങ്ങളും ഇല്ലാത്ത ആൾക്കാരില്ല. എനിക്ക് തന്നെ ഒരുപാട് ടെൻഷൻ്റെയും വിഷമത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് റിപ്ലൈ തരാനും കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാനും എനിക്ക് പറ്റാറില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോൾ ടെൻഷൻ വന്നാലും എൻ്റെ കണ്ണിൻ്റെ അടിയും മോളും നന്നായിട്ട് കറുപ്പ് വരും. അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കണ്ണും ടെൻഷനും നല്ലപോലെ ശ്രദ്ധിക്കുക, ടെൻഷൻ മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് പോകാനായിട്ട് ഒരുപാട് ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എനിക്കും ഈ ഒരു കഴിഞ്ഞ ദിവസം കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കണ്ണ് നല്ലപോലെ കുഴിഞ്ഞിട്ടും നല്ലപോലെ കണ്ണിനടിയിൽ കറുപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാൻ നോക്കാം, നല്ലപോലെ ഉറങ്ങാൻ നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്കിൻ കെയറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറഞ്ഞ പൈസ ചിലവിൽ എങ്ങനെ നല്ല ഗ്ലോ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഫൗണ്ടേഷൻസ്, CC ക്രീം, അതേപോലെ തന്നെ കാജൽ, ഐലൈനർ, ലിപ്സ്റ്റിക്ക് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ അടുത്തതിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി എൻ്റെ വീഡിയോ കാണാം, അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ പൈസ കുറവിന് നമുക്ക് ഓൺലൈനിൽ നിന്നും ഷോപ്പിൽ നിന്നൊക്കെ നേരിട്ട് വാങ്ങാൻ പറ്റുന്ന മേക്കപ്പ് പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.